വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്ന പോലീസ് കൊല്ലത്തെ ഒരു സ്കൂട്ടറിന് നൽകി ഒരു 1.5 പിഴ. ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കാൻ കഴിയും. അങ്ങനെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് ഒരു സ്കൂട്ടറിന് പിഴ കൊടുത്തു പോലീസ്. അതെന്താണ് ഇത്ര വലിയ വാർത്തയെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? കാര്യമുണ്ട്. പക്ഷേ സ്കൂട്ടറിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടറായിരുന്നു. ഇലക്ട്രിക് സ്കൂട്ടറിന് പുക പരിശോധിക്കാത്തതിന് പിഴ നൽകി. അയത്തിൽ സ്വദേശി ശൈലേഷിന്റെ ഇലക്ട്രിക് സ്കൂട്ടറിനാണ് പുക പരിശോധിക്കാത്തതിന് 250 രൂപ പിഴ വന്നത്. തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം പോലീസാണ് പിഴ ചുമത്തിയത്. സംഭവം കോമഡി. കൊല്ലം അയത്തിൽ സ്വദേശിക്കാണ് ഈ പിഴ ഈടാക്കിയിരിക്കുന്നത്. എന്റെ മുന്നിൽ കാണുന്ന ഈ സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഈ സ്കൂട്ടറിനാണ് ഇപ്പൊ പുക പരിശോധിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ആ പിഴ വന്നിരിക്കുന്നു. നോക്കൂ, ഇത് നിങ്ങൾ റൂറൽ SP ആ ഓഫീസിൽ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളെ ഓഫീസിൽ നിന്നല്ലേ ഇത് പോയത്, നമ്മളെ കുറ്റമല്ല. അതൊന്നും ഇവിടെ ഒന്നും അല്ല. നിങ്ങൾ അവിടെ പോയി ബന്ധപ്പെട്ടാലേ നമ്മളെ കയ്യിൽ നിന്ന് പോയി അവിടെ പോയി ബന്ധപ്പെട്ടാലേ ശരിയാവുള്ളൂ. പിന്നെ ഞാൻ അവിടുത്തെ നമ്പറിൽ വിളിച്ച് യാതൊരു റെസ്പോണ്ടും ഇല്ല. എപ്പോഴെങ്കിലും ഈ ഭാഗത്ത് പോയായിരുന്നോ? ഈ മംഗലം ഈ പരിസരത്തേ പോയിട്ടില്ല. കാരണം ഈ ഇലക്ട്രിക്കൽ വണ്ടി കിട്ടുന്ന വെച്ചാൽ 55 കിലോമീറ്റർ അങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ പോയിട്ട് അവിടെ വരണമെങ്കിൽ തന്നെ എത്ര ഇത് കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഈ ബില്ല് അടയ്ക്കുക എന്താണ് ചെയ്യാനുള്ള ഉദ്ദേശം? പുക ഇല്ലാത്ത വണ്ടിക്ക് ഇതെങ്ങനെ അടയ്ക്കുന്നത്?